ഹിന്ദു സമുദായത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും വ്രതാരംഭം തുടങ്ങുന്ന അവസരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന ചിത്രങ്ങളിൽ കാണുന്ന രണ്ട് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വ്രതാരംഭം അല്ലെങ്കിൽ ഈ സമുദായങ്ങൾ വ്രത ആരംഭങ്ങളെ കാണുന്ന രീതി, രണ്ട് സമുദായത്തിലും വ്യത്യാസങ്ങൾ, അതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കർക്കിടക മാസം, അതാണ് ഹിന്ദുക്കളുടെ വ്രതാരംഭമായിട്ട് കാണുന്നത്. ഈ കർക്കിടക മാസമാവുന്ന സമയത്ത് ചിത്രങ്ങൾ, ഈ മുഖ്യ ദിനപത്രങ്ങളിലൊക്കെ വരുന്ന ചിത്രങ്ങളിൽ വളരെ പ്രായം ചെന്ന ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒപ്പം ഒരു ചെറിയ കുഞ്ഞുങ്ങൾ സാധാരണയായിട്ടുണ്ടാകും. അങ്ങനെ ഒരു ക്ലീശേ ചിത്രമാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. രാമായണം വായിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഉണ്ടാവുക. ഇനി മുസ്ലിം സമുദായത്തിൻ്റെ വ്രതാരംഭം നടക്കുന്ന സമയത്ത് രണ്ട് പെൺകുഞ്ഞുങ്ങളാകട്ടെ രണ്ട് ആൺകുഞ്ഞുങ്ങളാകട്ടെ ചെറിയ കുഞ്ഞു തലമുറയിൽപ്പെട്ട രണ്ട് കുട്ടികൾ വ്രതാരംഭത്തിൻ്റെ ആ ഒരു പ്രതീകമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുക. എന്താണ് ഇവിടുത്തെ വ്യത്യാസം? ഇപ്പോൾ ഈ വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഭാസ്കരൻ നായർ അജയൻ ആണ്. കർമ്മ ന്യൂസ് പ്രേക്ഷകർക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങളും വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ വസ്തുതകളുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ്. എന്തായാലും ഞാൻ ആ പോസ്റ്റ് വായിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വ്യത്യാസം അറിയുക. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പുണ്യമാസങ്ങളുണ്ട്. കർക്കിടക മാസം ഹിന്ദുക്കൾ പുണ്യമാസമായി രാമായണ മാസമായി ആചരിച്ചു പോരുന്നു. മുസ്ലിങ്ങൾ റംസാൻ ചന്ദ്രമാസത്തിന്റെ മാറ്റം അനുസരിച്ചാണ് അത് വരിക. ഈ വർഷം മുതൽ മലപ്പുറം തിരുനാവായയിൽ കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം ആരംഭിച്ചു. അത് ജനുവരി 16 മുതൽ ഫെബ്രുവരി 3 വരെയാണ് നടക്കുക. ഈ ഉത്സവം നിള ആരതി, രഥയാത്ര, മോക്ഷപൂജകൾ, വിശേഷ പുണ്യസ്നാനം തുടങ്ങിയ ചടങ്ങുകളോടെയാണ് നടക്കുന്നത്. നിങ്ങളിൽ പലരും അവിടെ സ്നാനം ചെയ്തു എന്നറിയാം. ദിവസവും ലക്ഷക്കണക്കിന് പേരാണ് എത്തുന്നത്. ഒരു മാധ്യമ അമേധ്യങ്ങളുടെയും പിൻബലമില്ലാതെ സനാതനികൾ തിരുനാവായയിൽ ഒഴുകി എത്തും എന്ന് പ്രതീക്ഷിച്ചതേയില്ല. കുറിച്ചു വെച്ചോ, അടുത്ത വർഷം മുതൽ ഈ പുണ്യസ്നാനം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കും. കാരണം എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നു, വിഷയത്തിലേക്ക് വരാം. രാമായണ മാസക്കാലം ആരംഭിക്കുന്ന ദിവസം, അതായത് ജൂലൈ 15 16 എന്ന് വെക്കുക. കർക്കിടകം 1-ാം തീയതി വരുന്ന മലയാള പത്രങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ കണ്ടാൽ അതിലൊരു മുത്തശ്ശനോ മുത്തശ്ശിയോ തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കാൽ മടക്കി വെച്ച് നിലവിളക്ക് കൊളുത്തി കുളിച്ച് വൃത്തിയുള്ള വസ്ത്രമണിഞ്ഞ് ഭസ്മക്കുറിയിട്ട് രാമായണം വായിക്കുന്നു. ശരിയല്ലേ? ഇതല്ലേ നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത്? ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. റംസാൻ വ്രതാരംഭം. 2 കൊച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ കുഞ്ഞുകുട്ടികൾ തങ്ങളുടെ മതചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് ഖുറാനും ഉയർത്തിപ്പിടിച്ച് മെക്കയോട് ചേർന്ന് നിൽക്കുന്ന ചിത്രം. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? ഇതല്ലേ നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഹിന്ദു തൻ്റെ ആചാരങ്ങൾ, മതഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ വൃദ്ധാവസ്ഥയിലാകണം. അതിനു മുൻപ് തങ്ങളുടെ മക്കളെ പോലും പരിശീലിപ്പിക്കരുത് എന്ന ഗൂഢതന്ത്രം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റേതിലോ? ചിന്തിക്കുക. ഈ മനുഷ്യജന്മത്തിൽ 5 കടങ്ങളുണ്ട്. 1 മാതാവിനോടുള്ള കടം, 2 പിതാവിനോടുള്ള കടം, 3 ഗുരുവിനോടുള്ള കടം, 4 ഭൂമിയോടുള്ള കടം, 5 ധർമ്മത്തോടുള്ള കടം. ഈ കടങ്ങൾ തീരുവാൻ, 1 മാതാവിനോടുള്ള കടം തീരാൻ എന്ത് ചെയ്യണം? കന്യാദാനം ചെയ്യണം. പിതാവിനോടുള്ള കടം തീരാൻ സന്താന ഉൽപ്പത്തി നടത്തണം. ഗുരുവിനോടുള്ള കടം വീട്ടാൻ ജനങ്ങളെ ധർമ്മശാസ്ത്രം പഠിപ്പിക്കണം. ഭൂമിയോടുള്ള കടം വീട്ടാൻ കൃഷി ചെയ്യുകയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വേണം. ധർമ്മത്തിനോടുള്ള കടം വീട്ടാൻ ധർമ്മത്തെ രക്ഷിക്കണം, പ്രചരിപ്പിക്കണം. മനസ്സിന്റെ എളിമയ്ക്ക് ശിരസ് ഭഗവാന്റെ മുന്നിൽ കുനിയാൻ പഠിപ്പിക്കണം. നിങ്ങൾ പറ്റുമെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്നതായ ചില ശീലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തുടരുകയാണ്. ദിവസേന ക്ഷേത്ര ദർശനം നടത്തുന്നതിലെ ഗുണങ്ങളെയും മറ്റു പുണ്യസ്ഥലങ്ങളിലെ ക്ഷേത്ര സങ്കല്പങ്ങളെ പറ്റിയും ബോധ്യപ്പെടുത്തുക. അവരോട് ചേർന്ന പുണ്യക്ഷേത്രങ്ങളിലും തീർത്ഥ സ്നാനഘട്ടങ്ങളിലും സഞ്ചരിക്കുക. നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തെ പറ്റി ബോധവാന്മാരാക്കുക. തിലകം തൊടുന്ന ശീലം ചെറുപ്പത്തിലെ പഠിപ്പിക്കുക. ദേവീ ദേവതമാരുടെ കഥകൾ കേൾപ്പിക്കുക. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നാരായണ നാരായണ എന്ന് ചൊല്ലുവാൻ പഠിപ്പിക്കുക. തെറ്റുകൾ ചെയ്താൽ രാമനാമം ചൊല്ലാനും ഗണപതി ഭഗവാന് മുന്നിൽ ഏത്തമിടാനും പഠിപ്പിക്കുക. ഭഗവത്ഗീത, നാരായണീയം, രാമായണം, ഭാഗവതം എന്നീ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാൻ പഠിപ്പിക്കുക. സന്ധ്യാസമയങ്ങളിൽ കൈകാൽ കഴുകി നാമം ചൊല്ലുവാൻ പഠിപ്പിക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എത്രയും നേരത്തെ എഴുന്നേറ്റ് കുളിയും മറ്റു പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാനും പഠിപ്പിക്കുക. നേരത്തെ ഉറങ്ങാനും ഉറങ്ങുന്നതിന് മുൻപും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഭഗവാനെ സ്മരിക്കാനും ശീലമാക്കുക. മഹത് പുരുഷന്മാരുടെ കഥകൾ പഠിപ്പിക്കുക. പുറത്തു പോകുമ്പോൾ ബൈ എന്ന് പറയാതെ ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറയാൻ പഠിപ്പിക്കുക. തൽക്കാലം വീട്ടിൽ മതി. സ്വന്തം ധർമ്മത്തിന്റെ ജ്ഞാനം അവരിൽ ഉണ്ടാക്കി കൊടുക്കുക. ഒപ്പം മറ്റുള്ളവരിലെ നന്മ കാണാൻ കൂടി പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം ഇല്ലാത്തതാണ് മതം മാറ്റത്തിന് മൂല്യച്യുതിക്കുമുള്ള ആദ്യ കാരണം. ചൊട്ടയിലെ ശീലം ചുടല വരെ. ആ കുട്ടികൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൂടാതെ നിങ്ങളുടെ വയസ്സായ അച്ഛനെയും അമ്മയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുക.
പഠിപ്പിക്കുക. കൂടാതെ അച്ഛനോ അമ്മയോ മരണപ്പെട്ടാൽ ചടങ്ങുകൾക്ക് അവരെ കൂടി കൂട്ടുക. അവരത് കണ്ടു പഠിക്കട്ടെ. സഞ്ചാരം വരെ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് ആകാശം ഇടിഞ്ഞു വീഴില്ല. 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും A+ വാങ്ങുന്നതല്ല ജീവിതം എന്ന് അറിയുക. ഓരോ ഹിന്ദുവിനെയും ചിന്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ്. പലപ്പോഴും പല ഹിന്ദുക്കളും മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, വാർദ്ധക്യാവസ്ഥയിൽ മാത്രമാണ് ഹിന്ദുവിന്റെ ധർമ്മബോധം ഉണരുന്നത് എന്ന് പറയുന്നത് ഒരു പരിധിവരെയെങ്കിലും ശരിയാണ് എന്ന് ഈ പോസ്റ്റ് വായിക്കുന്ന സകല ഹിന്ദുക്കളും സമ്മതിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.